ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. ഭരണഘടനാ ഭേദഗതി ബിൽ തിങ്കളാഴ്ച പാർലമെന്റിൽ. माइनॉरिटीज का खिलाफ जुल्म होता है या कुछ दिक्कतें आते हैं, सबसे पहला देश जहां वो आते हैं संरक्षण लेने के लिए वो है भारत देश में. यहाँ सेफ है इसलिए तो आते हैं. फिर ऐसे बातें क्यों कहा जाता है कि इस देश में माइनॉरिटीज को कोई प्रोटेक्शन नहीं है? माइनॉरिटी ठीक है, इंसिडेंट कहीं होता होगा, माइनॉरिटी मेजोरिटी. ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഭരണഘടനയിന്മേൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. പ്രധാനമന്ത്രി മറുപടി പറയും. ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നതു തന്നെ സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസത്തെ വെല്ലുവിളിക്കുന്ന നടപടി. DGPക്ക് പരാതി നൽകി വി ശിവൻകുട്ടി. അന്വേഷണം ട്യൂഷൻ സെന്ററിലേക്ക്. മെക്സവിനെതിരെ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ. ആരോപണങ്ങൾ ഗൗരവതരമെന്ന് വിലയിരുത്തൽ. പിന്നിൽ PFI എന്ന് വെളിപ്പെടുത്തിയത് CPM നേതൃത്വം. ഹൈന്ദവ ദൈവങ്ങളെ അധിക്ഷേപിച്ചതിൽ മാപ്പു പറഞ്ഞ് ഉമർ ഫൈസി മുക്കം. നിന്ദിക്കാനോ അവഹേളിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വിശദീകരണം. സമസ്തയിലെ പൊട്ടിത്തെറി തീരുന്നില്ല. സമവായ യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത് ഉമർ ഫൈസി കാരണമെന്ന ആരോപണം. സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ യുവതിക്ക് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പരാതി. Thank you very much, and I also like to tell that I'm a law-abiding citizen. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to their family. പിന്തുണച്ചവർക്ക് നന്ദി അറിയിച്ച അല്ലു അർജുൻ. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിയമത്തിൽ നിന്നും ഒളിച്ചോടില്ലെന്നും പ്രതികരണം. അറസ്റ്റിന് പിന്നിൽ തെലങ്കാന സർക്കാരെന്ന് കേന്ദ്രം. പനയമ്പാടം അപകട സ്ഥലം സന്ദർശിക്കാൻ വിദഗ്ധ സംഘം. ശാശ്വത പരിഹാരത്തിന് നടപടി സ്വീകരിക്കും. ഗതാഗത മന്ത്രിയും അപകട സ്ഥലത്തേക്ക്. മേഖലയിൽ പ്രതിഷേധം ഇരമ്പുന്നു. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ മഴയുടെ കളി. ആദ്യ ദിനത്തെ കളി ഉപേക്ഷിച്ചു. എറിഞ്ഞത് 13.2 ഓവർ മാത്രം. ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടപ്പെടാതെ 28 റൺസ് എന്ന നിലയിൽ. നോക്കാം വിശദമായ വാർത്തകളിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തിങ്കളാഴ്ച ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിനും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ യോജിപ്പിക്കുന്നതിനും ബില്ലുകൾ അവതരിപ്പിക്കും. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നതിന്റെ നിർണായക ചുവടുവെപ്പിലേക്ക് കടക്കുകയാണ് മോദി സർക്കാർ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ഡൽഹി, ജമ്മു കശ്മീർ, പുതുച്ചേരി എന്നീ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യോജിപ്പിക്കുന്നതിനുള്ള ബില്ലും അവതരിപ്പിക്കും. ബിൽ പാസാക്കുന്നതിനായി സർക്കാരിന് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. അവതരണത്തിന് ശേഷം ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനും സാധ്യതയുണ്ട്. വിഷയം പരിശോധിക്കുന്നതിനായി രൂപീകരിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനും കരട് ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ
ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് നീക്കം. അടുത്ത ഘട്ടത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കൂടി ചേർക്കും. ഇതിനായി പൊതു വോട്ടർ പട്ടിക നടപ്പാക്കണം. നിയമസഭകളുടെ കാലാവധി ക്രമീകരിക്കണമെന്നും ഭരണഘടനയിൽ 6 ഭേദഗതികൾ ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിൽ നടത്തുന്നതിലൂടെ നിലവിൽ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ ലാഭിക്കാനാകും. പ്രാഥമിക ചുമതലകളിൽ നിന്ന് മാറ്റി ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾക്കും സുരക്ഷയ്ക്കും നിയോഗിക്കുന്നത് ഒഴിവാകും. കൂടാതെ ഇടയ്ക്കിടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് ജനക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം പരിഹാരമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ലോക്സഭയിൽ ഭരണഘടനാ ചർച്ച പുരോഗമിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ ഭാരതത്തിൽ സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷം അനാവശ്യ പ്രചരണം നടത്തുന്നു. എല്ലാവർക്കും അഭയം നൽകുന്നതാണ് ഭാരതീയ സംസ്കാരമെന്നും റിജിജു പാർലമെന്റിൽ പറഞ്ഞു. അതേസമയം ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പ്രസംഗം നടത്തും. माइनॉरिटीज का खिलाफ जुल्म होता है या कुछ दिक्कतें आते हैं, सबसे पहला देश जहां वो आते हैं संरक्षण लेने के लिए वो है भारत देश में. यहाँ सेफ है इसलिए तो आते हैं. फिर ऐसे बातें क्यों कहा जाता है कि इस देश में माइनॉरिटीज को कोई प्रोटेक्शन नहीं है? माइनॉरिटी ठीक है, इंसिडेंट कहीं होता होगा, माइनॉरिटी मेजोरिटी इंडिविजुअल घर घर में परिवार में भी झगड़ा होते हैं, गांव गांव में झगड़ा होते हैं. इसको भारत में अल्पसंख्यकों को कोई जगह नहीं दिया जा रहा है. आप गुरुद्वारा नहीं जाने दिया जा रहा है, मुसलमानों को दरगाह नहीं जाने दिया जा रहा है. ऐसे क्यों कहते हैं? इसलिए मैं कह रहा हूं कि ऐसा बातें नहीं करना चाहिए जिससे देश का छवि को नुकसान होता है. മതനിന്ദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച ഉമർ ഫൈസി മുക്കം. ഹിന്ദുക്കളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാനോ അവഹേളിക്കാനോ ഉദ്ദേശിച്ചില്ല. സർവേ നടത്തുമ്പോൾ ചില സാധനങ്ങൾ കണ്ടുകിട്ടുന്നതിന്റെ പേരിൽ പള്ളി ക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്ന കാര്യം വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ച 2 പദങ്ങൾ താൻ ഉദ്ദേശിച്ച പോലെ അല്ലാതെ പലരും ഉപയോഗിച്ചുവെന്നും ഉമർ ഫൈസി മുക്കത്തിന്റെ ന്യായീകരണം. ഗോകുൽ ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, എങ്ങനെയാണ് അദ്ദേഹം ഈ വിഷയം ന്യായീകരിക്കുന്നത്? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 11-ാം തീയതി SKSSFന്റെ നേതൃത്വത്തിൽ മലപ്പുറം അരീക്കോട് നടത്തിയ ആദർശ സമ്മേളനത്തിലാണ് ഉമർ ഫൈസി മുക്കം ഹിന്ദു വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. ശിവനെയും പാർവതിയെയും ശിവഭഗവാനെയും പാർവതി ദേവിയെയും ലൈംഗികമായി ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശം ഉണ്ടായിരുന്നത്. അതിന് കോടതി കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ കോടതിയെയും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വിവാദങ്ങൾക്കൊക്കെ വഴിതെളിച്ചിരുന്നു. ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിനിടയിൽ പോലും ഉമർ ഫൈസി മുക്കം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഉമർ ഫൈസി മുക്കത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഈ ഘട്ടത്തിലാണ് ഈ പ്രസംഗത്തിൽ ഒരു ന്യായീകരണവുമായി ഉമർ ഫൈസി മുക്കം രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് എല്ലാ രീതിയിൽ നിന്നും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് അല്ലെങ്കിൽ വിമർശനം മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ താൻ ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല പ്രസംഗം വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നൊരു വിശദീകരണം നൽകാനാണ് ഉമർ ഫൈസി മുക്കം മുന്നോട്ടേക്ക് വെക്കുന്നത്. തന്റെ പരാമർശത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം രേഖപ്പെടുത്തുന്നതായി അദ്ദേഹം പറയുന്നു. മുസ്ലിം ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മുഷാവറ യോഗത്തിൽ, അതായത് 11-ാം തീയതി മുഷാവറ യോഗമായിരുന്നു. മുഷാവറ യോഗത്തിൽ ഈ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തിരുന്നു. അതായത് മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത്തരത്തിലൊരു സംഭവമുണ്ട്. അതിനെതിരെ ജാഗ്രത പുലർത്തണം എന്ന രീതിയിൽ നടത്തിയ പ്രസംഗത്തിലെ 2 വാചകങ്ങൾ താൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നൊരു വിശദീകരണം നൽകാനാണ് ഉമർ ഫൈസി മുക്കം തയ്യാറായിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ അറിയാം അത് ആക്ഷേപകരമായി തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഭാഷയുടെ പ്രസംഗത്തിന്റെ ശൈലിയൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. ശിവനെയും പാർവതിയെയും വളരെ മോശമായി ലൈംഗികമായി ആക്ഷേപിക്കുന്ന രീതിയിലൊരു പരാമർശമായിരുന്നു അദ്ദേഹം പ്രസംഗത്തിൽ നടത്തിയത്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ആ വിഷയത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു പ്രസംഗവുമായി മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഒരു പരാമർശവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഹിന്ദുക്കളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാനോ അവഹേളിക്കാനോ താൻ ഉദ്ദേശിച്ചിട്ടില്ല. സർവേ നടത്തുമ്പോൾ അത്തരം സാധനങ്ങൾ കണ്ടുകിട്ടുമ്പോൾ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് വിവരിച്ചപ്പോൾ 2 പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആ പദങ്ങളെ ആരാധ്യ വസ്തുക്കൾ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതല്ലാതെ താൻ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. ആ 2 പദങ്ങളാണ് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദന ഉളവാക്കുന്ന രീതിയിൽ അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ ബിംബങ്ങൾക്ക് വിലയില്ലാത്ത രീതിയിലായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ അന്നത്തെ പ്രസ്താവന ഉണ്ടായത് അല്ലെങ്കിൽ അന്നത്തെ പ്രസംഗം ഉണ്ടായത്. അതിനെ ലൈംഗികമായി താരതമ്യം ചെയ്യപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു ഉമർ ഫൈസി മുക്കം നടത്തിയത്. അതിനാണ് ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയിട്ടുള്ളത്.
ഓക്കെ, ശരി ഗോകുൽ. ഏതായാലും ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകൾ ഇപ്പോൾ കേൾക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹൈന്ദവ സഹോദരങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള ഒരു സംഗതി ഇനി ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ മറ്റുള്ളവർ പരത്തിയതിൻ്റെ പേരിൽ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിൽ നിർവാജ്യം ഖേദിക്കുകയാണ്. യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്നും രക്ഷാദൗത്യം വിജയകരമായി നടപ്പാക്കി ഭാരതം. എംബസിയുടെ കൃത്യമായ ഇടപെടലാണ് ജീവൻ രക്ഷിച്ചതെന്ന് സിറിയയിൽ നിന്ന് ഡൽഹിയിൽ തിരിച്ചെത്തിയവർ പ്രതികരിച്ചു. സിറിയയിൽ നിന്ന് പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. യുദ്ധം നടന്ന സിറിയയിൽ നിന്ന് മുഴുവൻ പൗരന്മാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിച്ചുകൊണ്ട് മറ്റൊരു രക്ഷാദൗത്യം കൂടി അഭിമാനത്തോടെ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. സംഘർഷം ആരംഭിച്ചതു മുതൽ എംബസിയുടെ കൃത്യമായ ഇടപെടലാണ് ജീവൻ രക്ഷിച്ചതെന്ന് സിറിയയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയവർ പ്രതികരിച്ചു. ലബനൻ വഴിയാണ് പൗരന്മാരെ തിരിച്ചെത്തിച്ചത്. हम लोग लगभग 6 महीने से थे सीरिया में. वहाँ तो नॉर्मल था पोजीशन. जब इस तरह का मामला हुआ जो आपस में विद्रोही और असद सरकार में जो लड़ाई हुआ, टकराव हुआ, उसके बाद हम लोगों की गवर्नमेंट एमबीसी से कांटेक्ट किया और एमबीसी ने हमसे बात किया और हम लोग के करीबी लोग जो हैं उन लोगों से भी बात की. जितने भी लोग हैं हम लोग के आजू बाजू में जो लोग थे उन लोगों से बात किया. वो बोले कि आज का आज निकलना है. तो हम लोग रेडी हैं, पूरी तरीके से रेडी थे. हम लोग निकल गए. फिर फोन आया कि थोड़ा सा होल्ड करो क्योंकि अभी ये लोग जश्न मना रहा है, हो सकता है कहीं आप लोग को लग जाए कुछ, तो इसलिए फिर सेफ कर दिया अंदर. സിറിയയിൽ നിന്ന് ഭാരതീയരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 77 പൗരന്മാരാണ് മടങ്ങിവരാൻ എംബസി വഴി താൽപര്യം അറിയിച്ചത്. ഇതിൽ 44 പേരും ജമ്മു കശ്മീരിൽ നിന്നും പോയ തീർത്ഥാടകരായിരുന്നു. ഇവരെ ആദ്യം റോഡ് മാർഗം സുരക്ഷിതമായി ലബനനിലെത്തിച്ചു. അവിടെ നിന്ന് വിവിധ സംഘങ്ങളായി ഭാരതത്തിലേക്ക് എത്തിക്കുകയാണെന്നും സിറിയ, ലബനൻ എംബസികൾ സംയുക്തമായാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയതെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. തെലുങ്ക് ചലച്ചിത്ര താരം അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഇടക്കാല ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചിതനായത്. താരത്തിനെ അറസ്റ്റ് ചെയ്തത് പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അല്ലു അർജുൻ പറഞ്ഞു. നിയമത്തിന് മുന്നിൽ നിന്നും ഒളിച്ചോടില്ല. പിന്തുണച്ച എല്ലാവർക്കും നന്ദി. വർഷങ്ങളായി താൻ ജനങ്ങൾക്കിടയിലുണ്ടെന്നും ജയിൽ മോചനത്തിന് പിന്നാലെ അല്ലു അർജുൻ പ്രതികരിച്ചു. Thank you very much. And I also like to tell that I'm a law-abiding citizen. I respect the law and I will cooperate with them and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident, that is totally unintentional. We went to watch a movie and due to an unfortunate accident, there's been a loss of a person, and we're always very sorry for whatever's genuinely happened. സംസ്ഥാനത്ത് കേരള സിലബസിലെ സ്കൂൾ തല ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. യൂട്യൂബ് ചാനൽ വഴിയാണ് ചോദ്യപേപ്പർ പ്രചരിക്കുന്നത്. ചോദ്യപേപ്പർ സംസ്ഥാനത്തിന് പുറത്താണ് അച്ചടിക്കുന്നത്. ഇപ്പോഴുണ്ടായത് ഗുരുതര പ്രശ്നമാണെന്നും കുറ്റവാളികളെ കണ്ടെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് DGPക്ക് മന്ത്രി പരാതിയും നൽകി. സംസ്ഥാനത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ DGPക്ക് പരാതി നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ചോദ്യപേപ്പർ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ചോദ്യപേപ്പർ അച്ചടിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ്. ഗുരുതര പ്രശ്നമാണ് സംഭവിച്ചത്. കുറ്റവാളികളെ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, +1 കണക്ക് ചോദ്യപേപ്പറുകളാണ് യൂട്യൂബിൽ പ്രചരിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റം നടപടികൾ സ്വീകരിക്കുവാൻ എല്ലാ AEOമാർക്കും DEOമാർക്കും രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് അന്വേഷണം നടത്താം, കസ്റ്റമായ നടപടി സ്വീകരിക്കാം. എന്ന് മാത്രമല്ല, ഇതിന്റെ അന്വേഷണം അവരിലേക്ക് വ്യാപിക്കും. അവരിലൂടെയാണല്ലോ ഇത് പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ടാൽ അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും ഇവരുടെ വിവരം സർക്കാർ ശേഖരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
ട്യൂഷൻ സെന്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് പ്രാഥമിക നിഗമനമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം പരീക്ഷ മാറ്റിവെക്കണമോ എന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച തീരുമാനമെടുക്കും. ജനം, തിരുവനന്തപുരം. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. നടുവേദനയ്ക്ക് ചികിത്സ തേടിയ കളമശ്ശേരി സ്വദേശിനി അനാമികയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 61-കാരിയുടെ എക്സ്റേ തനിക്ക് മാറി നൽകിയതായും 61-കാരിക്കുള്ള ചികിത്സയാണ് ലഭ്യമാക്കിയതെന്നും അനാമിക ആശുപത്രി സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാഴാഴ്ചയാണ് നടുവേദനയ്ക്ക് ചികിത്സ തേടി അനാമിക കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. എക്സ്റേ പരിശോധിച്ച് കഴിക്കാനുള്ള മരുന്നും വാങ്ങി വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം എക്സ്റേ നോക്കുമ്പോഴാണ് 61-കാരിയായ ലതികയുടേതാണ് ഇതെന്ന് മനസ്സിലായത്. മരുന്ന് കഴിക്കെടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്താ ബൾജെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സ്റേ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ എക്സ്റേ റിപ്പോർട്ടിൻ്റെ സൈഡിൽ പേരും വയസ്സും അന്നത്തെ ഡേറ്റും ഉണ്ടാവും. അപ്പം നോക്കുമ്പോൾ അതിൽ കാണിച്ച പേര് ലതിക 61 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെയിം ഡേറ്റ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാറി കവറെങ്ങാനും മാറി ഞാൻ കൊണ്ടുവന്നാണെന്ന് വെച്ച് നോക്കുമ്പോൾ കവറിൻ്റെ പുറത്ത് എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസും ആണ്. പക്ഷെ അകത്ത് വെച്ചേക്കുന്ന റിപ്പോർട്ടാണ് മാറിപ്പോയിട്ടുള്ളത്. ആ റിപ്പോർട്ടിനനുസരിച്ചാണ് എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തു. ചികിത്സയിലെ പിശക് സമ്മതിച്ചെങ്കിലും മരുന്ന് സമാനമാണെന്ന പ്രതികരണമാണ് ആശുപത്രി അധികൃതർക്ക് ഉള്ളത്. എന്നാൽ ലതികയ്ക്ക് ഇപ്പോഴും ശരിയായ ചികിത്സ ലഭ്യമായിട്ടില്ലല്ലോ എന്നും അനാമിക ചോദിക്കുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുള്ളത് ഏജ്ഡ് ആകുമ്പോൾ വരുന്ന തേയ്മാനവും അതിന് മൂലമുള്ള ബൾജും ആണെന്നാണ്. അപ്പോൾ ഡോക്ടർ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവാം, എൻ്റെ ഒരു പ്രായം വെച്ചിട്ട് ആ തേയ്മാനം എനിക്ക് വരേണ്ടതാണോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പോട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്രണ്ട് സാറിനെ പോയി കണ്ടു. കാഷ്വാലിറ്റിയിലുണ്ടായ ഡോക്ടറും പറയുന്നത് മരുന്നുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നിങ്ങളിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്താലും ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. എൻ്റെ ഭാഗത്ത് എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഓക്കെ, മരുന്ന് ഇതായാലും എനിക്ക് കഴിച്ചാൽ മതി. പക്ഷെ ഇനി എൻ്റെ റിപ്പോർട്ട് മാറി കിട്ടിയത് ആർക്കാണെന്ന് അറിയില്ലല്ലോ. ഇവർക്ക് പറയാൻ പറ്റും ആർക്കാ കിട്ടിയെന്ന്. ഇതേസമയം അന്വേഷണം നടക്കുകയാണെന്ന പ്രതികരണമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകുന്നത്. എക്സ്റേ മാറി നൽകിയ റേഡിയോളജിസ്റ്റും എക്സ്റേ കൃത്യമായി പരിശോധിക്കാതിരുന്ന ഡോക്ടറും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും അനാമികയുടെ സഹോദരൻ ജനം ടിവിയോട് പറഞ്ഞു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. മരണപാതകൾ. പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകട സ്ഥലത്ത് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സന്ദർശിക്കുകയാണ്. ഇതിനുശേഷം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് 3 മണിക്ക് ഇവിടം പരിശോധന നടത്തും. ജില്ലാ പോലീസ് മേധാവി, RTO, പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തി പദ്ധതി തയ്യാറാക്കുക. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഗതാഗത മന്ത്രി അവിടെ സന്ദർശിക്കാൻ എത്തിച്ചേർന്നുവോ? പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ എത്തുകയും ഉദ്യോഗസ്ഥരെത്തുകയും പരിശോധന നടത്തുകയും ചെയ്ത ശേഷം ഏത് തരത്തിലുള്ളൊരു പ്ലാൻ ആണ് മുന്നോട്ട് പോകാനായി ഉദ്ദേശിക്കുന്നത്? വീണ, മന്ത്രി ഗണേഷ് കുമാർ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പനയമ്പാടത്തെ ഈ അപകടം നടന്ന പാതയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം 3:30 ഉദ്യോഗസ്ഥ സംഘം എത്തുക. ഏതായാലും മന്ത്രി എന്താണ് ഈ അപകട വളവിനെക്കുറിച്ചും ഈ റോഡിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇവിടുത്തെ ഈ വളവ് വലിയ ഒരു വളവാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള വളവ് കാരണമാണ് ഇവിടെ തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ വലിയ പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വളവ് നിവർത്തണം എന്നൊരു ആവശ്യം പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള അപകട സംബന്ധിച്ച് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് സർക്കാരിനെ അറിയിച്ചതുമാണ് എന്നുള്ളതാണ് നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇനി സർക്കാർ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൈക്കൊള്ളും എന്നുള്ളത് മന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിക്കണം എന്നുള്ളൊരാവശ്യം നാട്ടുകാർക്ക് ഉണ്ട്. ഏതായാലും മന്ത്രി എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഗണേഷ് കുമാർ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ഈ ഒരു ധനസഹായം ഉൾപ്പെടെ കുടുംബത്തിന് വേണമെന്നൊരാവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ 3:30 ആയിരിക്കും ജില്ലാ പോലീസ് മേധാവി, അതുപോലെ തന്നെ RTO,
ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം 3:30 ആയിരിക്കും എത്തുക. ആ 3:30 എത്തിക്കഴിഞ്ഞാൽ അവരും വിദഗ്ധമായ ഇതിൻ്റെ പരിശോധന നടത്തി എന്താണ് ഈ അപകട വളവ് സംബന്ധിച്ചും ഈ റോഡിൽ ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ സംബന്ധിച്ചും എന്താണ് ചെയ്യുക എന്നുള്ളതിന് ഒരു പരിശോധനയാണ് അവർ നടത്തുക. അതിൻ്റെ പരിശോധന നടത്തിയതിന് ശേഷം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് അവരൊരു യോഗം കളക്ടറേറ്റിൽ ചേരും. അതിലൊന്നുകൂടെ ഇത് റിവ്യൂ ചെയ്യും. അതിനുശേഷം ഈ അപകടം ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. നിലവിൽ ഏതായാലും ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടില്ല, മന്ത്രിയും എത്തിയിട്ടില്ല. അല്പസമയത്തിനകം മന്ത്രി ആദ്യം എത്തും. അതിനുശേഷം 3:30 ആയിരിക്കും ഉദ്യോഗസ്ഥ സംഘം എത്തുക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ശരി. അപകട മരണത്തെപ്പറ്റി പഠനം നടത്തുമ്പോഴും സംസ്ഥാനത്ത് പൊതുനിരത്തുകളിൽ പൊലിയുന്നത് നിരവധി ജീവനുകൾ. 4 വർഷത്തിനിടെ 3 നാറ്റ്പാക് റിപ്പോർട്ടുകൾ നൽകിയിട്ടും ഒരു നടപടിയും റിപ്പോർട്ടിന്മേൽ ഉണ്ടായില്ല. ഇന്നലെ മാത്രം 7 ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത്. പാലക്കാട് പനയമ്പാടം അപകടം നടന്നതിന് പിന്നാലെ അധികൃതരും പ്രതിക്കൂട്ടിലാവുകയാണ്. സംസ്ഥാനത്ത് അപകട സാധ്യതകൾ മുൻകൂട്ടി അറിയിച്ച് റിപ്പോർട്ടുകൾ നൽകിയിട്ടും നടപടികൾ ഇഴയുന്നു. അപകട മേഖലകളിൽ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ പഠനങ്ങൾ നടത്തുന്നതല്ലാതെ നടപടികളും സ്വീകരിക്കുന്നില്ല. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത കരിമ്പ പനയമ്പാടം വളവിൽ അപകട സാധ്യത മുന്നറിയിപ്പ് നൽകിയ 4 റിപ്പോർട്ടുകൾ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ കൈവശമുണ്ട്. ഈ വളവിൽ റോഡിലെ മിനുസം മാറ്റാൻ കരാറുകാരോട് റോഡ് സുരക്ഷാ അതോറിറ്റി നിർദ്ദേശിച്ചെങ്കിലും അതുപോലും പറഞ്ഞ രീതിയിൽ നടന്നില്ല. ഇതിനിടെയാണ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 7 ജീവനുകൾ വിവിധ അപകടങ്ങളിൽ പൊലിഞ്ഞതും. എറണാകുളത്തും കോഴിക്കോടും 2 വീതവും, തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 1 ജീവനും പൊതുനിരത്തിൽ നഷ്ടമായിട്ടുണ്ട്. ഇവിടെയാണ് 2019, 21, 23 നാറ്റ്പാക് റിപ്പോർട്ട് ചർച്ചയാകുന്നത്. റിപ്പോർട്ടുകളിലെ പല നിർദ്ദേശങ്ങളും സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണത്താൽ പരിഗണിക്കപ്പെടാതെയായപ്പോൾ നിരത്തുകൾ അപകടക്കെണികളായി മാറുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം. ജീവനെടുക്കുന്ന അപകടക്കെണികൾ ഒളിഞ്ഞിരിക്കുന്ന റോഡുണ്ട് പത്തനംതിട്ടയിൽ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ജില്ലയിലൂടെ കടന്നുപോകുന്ന 45 കിലോമീറ്റർ ഭാഗത്ത് അപകടങ്ങൾ ഒഴിഞ്ഞ ദിവസങ്ങളില്ല. വളവുകൾ നിവർത്താതെയുള്ള റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ പതിവാക്കുന്നത്. ആവർത്തിക്കപ്പെടുന്ന അപകടങ്ങളാൽ ചോരക്കളമായി മാറിയ റോഡാണിത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അപകട പരമ്പരകൾ ഉണ്ടായപ്പോൾ നാട്ടുകാർ അധികൃതർക്ക് പരാതികൾ നൽകിയതിന് കണക്കില്ല. പക്ഷെ നടപടികളൊന്നും ഉണ്ടായില്ല. ഒരു വലിയ അപകടത്തിന് കാത്തു നിൽക്കും പോലെ അനങ്ങാപ്പാറ നയം തുടരുകയാണ് അധികൃതർ. 1 വർഷം മുമ്പ് റോഡിന് സമീപത്തെ പള്ളിയുടെ കമാനത്തിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ നാട്ടുകാർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അന്നുണ്ടായ ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഈ അപകടം നടന്ന പള്ളിപ്പടിയിൽ നിന്നും അല്പം മാറി കുമ്പഴ മല്ലശ്ശേരിയിലുണ്ടായ മറ്റൊരു അപകടത്തിന്റെ ദൃശ്യത്തിലേക്ക്. ഡിവൈഡറിൽ കാറിടിച്ചായിരുന്നു അപകടം. അപാകതയിൽ നിർമ്മിച്ച ആ ഡിവൈഡർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. 2 ആഴ്ച മുൻപാണ് കലഞ്ഞൂരിൽ രോഗിയുമായി പോയ ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. മൈലപ്രയിൽ അടുത്തിടെ ശബരിമല തീർത്ഥാടകരുടെ വാഹനവും അപകടത്തിൽപ്പെട്ടു. കൊടുംവളവിൽ നിയന്ത്രണം തെറ്റിയും അമിത വേഗത്തിലെത്തി മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയുമാണ് അപകടങ്ങളേറെയും. റോഡിന്റെ അലൈൻമെന്റിലടക്കം അശാസ്ത്രീയ നിർമ്മാണം നടന്നതിന്റെ ഫലമാണ് അപകട പരമ്പരയെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം 14 മീറ്ററിന് ഉള്ളിലാണ് റോഡിന്റെ നിർമ്മാണം. നമുക്കറിയാം, ഒരു ഹൈവേ എന്ന് പറയുമ്പോൾ 14 മീറ്ററിനുള്ളിൽ എങ്ങനെ, അതും ദിനംപ്രതി വാഹനങ്ങൾ പെരുകുകയാണ്. അതുപോലെ തന്നെ അലൈൻമെന്റ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അലൈൻമെന്റ് തന്നെ ഏകദേശം വ്യത്യാസമാണ്. വളവുകൾ കൃത്യമായ അപകടകരമായ വളവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണത്തിൽ കൃത്യമായ അപാകതയാണ്, അലൈൻമെന്റിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ പാകപ്പിഴവാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വകയാർ, കോന്നി, ചിറ്റൂർമുക്ക്, ഇലകൊള്ളൂർ, മല്ലശ്ശേരിമുക്ക്, മണ്ണാർകുളഞ്ഞി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അപകടങ്ങൾ പതിവാണ്. മിക്കവാറും സമയം ജനത്തിരക്കേറിയ റോഡുമാണിത്. സ്കൂളുകളടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ മേഖലകളിലുണ്ടെന്നതും നെഞ്ചിടിപ്പ് കൂട്ടുന്നു.
ഇത്രയധികം വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന റോഡിൻ്റെ വീതിയോ മറ്റുള്ള കാര്യങ്ങൾ തന്നെ ഈ റോഡിനില്ല. പിന്നെ ഈ പറഞ്ഞ റോഡിൻ്റെ വളവ് നിവൃത്തിയാണെന്നുണ്ടെങ്കിൽ ചെയ്തുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരെ നിന്ന് ഡിസ്റ്റൻസിൽ അധികം ദൂരെ നിന്ന് വരുന്നൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാഹനത്തെ എതിരെ വരുന്നൊരു വാഹനത്തിനെ കാണാൻ പറ്റുന്ന രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. വളവുകൾ നൂത്തി ചെയ്യുമോ തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇത് ചെയ്തിട്ടില്ല. റോഡ് ലെവലായിട്ട് ചെയ്യത്തില്ലായിരിക്കും. ചെയ്താൽ ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവനങ്ങൾ രക്ഷപ്പെടും. അപകട സൂചന ബോർഡുകളും വിളക്കുകളും പോലും ഈ പാതകളിൽ കാര്യമായില്ല. അപകടങ്ങൾ പതിവായ റോഡിന്റെ നിർമ്മാണ അപാകതകൾ പരിഹരിക്കാൻ അധികൃതർക്ക് എന്തേ വൈമുഖ്യം? വിലപ്പെട്ട മനുഷ്യജീവനുകൾ ഇനിയും റോഡുകളിൽ പൊലിയാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് നാട്ടുകാർക്കൊപ്പം ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. തിരുവനന്തപുരം പോത്തൻകോട്ട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അപകടം. തൊഴിലിടത്ത് നിന്നും മടങ്ങി വരും വഴി അമിത വേഗതയിൽ വന്ന കാറ് ബൈക്കിലിടിക്കുകയായിരുന്നു. അപകട പരമ്പരയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. കോന്നി കൂടൽ നെടുമൺകാവിൽ ഇന്നോവ പിക്കപ്പ് വാനിന് പിന്നിൽ ഇടിച്ചു കയറി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുനലൂരിലേക്ക് സഞ്ചരിച്ച സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ പുനലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷക സംഘടനകളുടെ മാർച്ചിൽ സംഘർഷം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഡൽഹി ചലോ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, വിവരങ്ങൾ എന്താണ്? പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ദേശീയപാത തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധക്കാർക്ക് നേരെയാണ് പോലീസ് കണ്ണീർ വാതകവും ഒപ്പം ജലപീരങ്കിയും പ്രയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹരിയാന പഞ്ചാബ് അതിർത്തിയായിട്ടുള്ള ശംഭു മേഖലയിൽ ദേശീയപാത പൂർണ്ണമായും ഇരുവശവും യാത്ര തടഞ്ഞുകൊണ്ട് കുടിൽ കെട്ടി പ്രതിഷേധിക്കുകയാണ് കർഷക സംഘടനകൾ. അവർ ഡൽഹി ചലോ മാർച്ചിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഹ്വാനം ചെയ്തിരുന്നു. ഡൽഹിയിലേക്ക്, അതായത് ഹരിയാന കടന്നുകൊണ്ട് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതാണ് കർഷക സംഘടനകളുടെ പ്രഖ്യാപനം. എന്നാൽ ഇതിൽ വളരെ കൃത്യമായി തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് തിരിച്ചറിഞ്ഞവരെ മാത്രമേ മാർച്ചിൽ കടത്തിവിടാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് എടുത്തിട്ടുള്ള സമീപനം. അതല്ലെങ്കിൽ ഒരു അക്രമാസക്തമായ ആൾക്കൂട്ടത്തെ കടത്തിവിട്ടാൽ അത് ക്രമസമാധാന പ്രശ്നമുണ്ടാകും എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിന് കർഷക സംഘടനകൾ തയ്യാറാകാത്തതോടെയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ മാർച്ച് പോലീസ് തടഞ്ഞത്. പിരിഞ്ഞു പോകാൻ തയ്യാറാവാത്തവർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. കർഷക സംഘടനകളുടെ മാർച്ചിൽ സംഘർഷം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ടെന്ന് VS സുനിൽകുമാർ. പൂരം ചടങ്ങുകൾ മാത്രമാക്കിയതും വെടിക്കെട്ട് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളുടെ സാഹചര്യവും വിശദീകരിച്ചിട്ടുണ്ട്. പൂരത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് തരാൻ പറ്റില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തെത്തി സമരപ്രഖ്യാപനം നടത്തിയത് വീണ്ടും പറഞ്ഞു പറ്റിക്കാനെന്ന നാട്ടുകാരുടെ പ്രവചനം ശരിയായി. മുസ്ലിം ലീഗ് നേതാക്കളും വിവിധ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ നേതാവിനെ തള്ളി രംഗത്തെത്തിയതോടെ സമരമെന്ന വാക്കുപോലും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങുമെന്ന VD സതീശന്റെ പ്രഖ്യാപനം വന്ന് 10 ദിവസം പിന്നിടുമ്പോഴും സമര തീയതി പോലും പ്രഖ്യാപിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടികളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ജനതയുടെ സമരം 1.5 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തേക്ക് എത്തി ഈ വാഗ്ദാനങ്ങളൊക്കെയും നൽകിയത്. എന്നാൽ ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള വരവാണെന്നും ഇപ്പോൾ പറഞ്ഞതൊക്കെ ഇവർ മാറ്റി പറയുമെന്നും അന്നേ കോൺഗ്രസിനെ നന്നായി മനസ്സിലാക്കിയ മുനമ്പം നിവാസികൾ പറഞ്ഞിരുന്നു. ക്രിസ്മസിന് മുമ്പ് ശരിയാക്കി തരാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുമ്പോ ഉള്ളതാണ്. ഞങ്ങൾക്ക് അതൊരു വിശ്വാസമില്ല. ഈ സമരം തുടങ്ങണേക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 51-ാം ദിവസമാണ് അവരിന്ന് തിരിഞ്ഞു നോക്കിയേക്കണത്.
അപ്പോൾ ഇതിനകത്തൊക്കെ ഞങ്ങൾ എന്ത് വിശ്വസിക്കും ഇവരെ പറ്റി? മുനമ്പം വിഷയത്തിൽ ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം 1 മാസത്തിനുള്ളിൽ ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നതായിരുന്നു. എന്നാൽ സമരപ്രഖ്യാപനം നടത്തി 10 ദിവസം പിന്നിടുമ്പോഴും സമരം വാക്കുകളിൽ ഒതുങ്ങുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ച് സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലീഗ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ തള്ളി അവരുടെ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ സമരം നടക്കില്ലെന്ന് ഉറപ്പായി. ഒപ്പം മുനമ്പൻ ജനതയ്ക്ക് മുന്നിൽ അന്ന് VD സതീശൻ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമെന്നും വ്യക്തമാവുകയാണ്. മുഴുവൻ മുസ്ലിം സംഘടനകളുമായി അവരെ ആശയവിനിമയം നടത്തി ഞങ്ങളെല്ലാവരും. എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അവരെ മുഴുവൻ ബോധ്യപ്പെടുത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി. നിങ്ങളുടെ ഈ ആവശ്യത്തിന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പിന്തുണ നൽകി. നിസ്സാര കാര്യമാണ്. ഞങ്ങൾ എല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹരിക്കാൻ എന്ത് നിലപാട് സ്വീകരിച്ചാൽ ആദ്യം അതിന് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളായിരിക്കും. ഒരു സംശയമില്ല. ഇതേസമയം ഇടതുമുന്നണിയും UDFും മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ വീഴാതെ ശക്തമായി തുടരുന്ന മുനമ്പം സമരം ഇന്ന് 63ാം ദിവസമാണ് കടക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോം ഇൻവെസ്റ്റ്മെന്റുമായുള്ള കരാർ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കുന്നതിൽ അവ്യക്തത. ടീകോമിന് നഷ്ടപരിഹാരം എന്നത് മാറ്റി ഓഹരി വിലയെന്ന് ഉൾപ്പെടുത്തുന്നതിലെ സർക്കാരിന്റെ താൽപ്പര്യക്കുറവും ടീകോമിന്റെ സമ്മർദ്ദവുമാണ് പുതിയ ഉത്തരവ് വൈകിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി പാതിവഴിയിലാക്കിയ ടീകോം ഇൻവെസ്റ്റ്മെന്റിന് നഷ്ടപരിഹാര തുക നൽകാനുള്ള നീക്കം വലിയ വിമർശനങ്ങൾക്കിടയാക്കുമ്പോഴും സർക്കാർ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങളെക്കാൾ വൻകിട കമ്പനികളുടെ താൽപര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ ഉത്തരവിറക്കുന്നതിലെ കാലതാമസം. വിമർശനങ്ങൾ തണുപ്പിക്കാൻ ടീകോമിന് നൽകുന്നത് ഓഹരി വിലയെന്ന് ആവർത്തിക്കുമ്പോഴും ഇത് ഉൾപ്പെടുത്തി പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയേക്കില്ല. നഷ്ടപരിഹാരം എന്ന നിലയിലേക്ക് എത്തുമ്പോൾ നിക്ഷേപ തുകയേക്കാൾ കൂടുതൽ തുക സർക്കാർ ടീകോമിന് നൽകേണ്ടി വരും. വലിയ ബാധ്യതയുണ്ടാക്കുന്ന ഇത്തരം നീക്കം ടീകോമിന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കാനാണ്. നിലവിലെ ഉത്തരവിനെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടില്ല, പുതിയത് ഇറക്കുമെന്ന് വ്യക്തമാക്കുന്നുമില്ല. പദ്ധതി അവതാളത്തിലാക്കിയ ടീകോമാണ് കരാർ ലംഘനം നടത്തിയതെങ്കിലും സർക്കാരിന്റേതാണ് വീഴ്ചകളെന്ന വ്യാഖ്യാനമാണ് നിലവിലെ ഉത്തരവുണ്ടാക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന് 16% ഓഹരിയും ടീകോമിന് 84% ഓഹരിയുമാണുള്ളത്. 100 കോടിയോളം രൂപയാണ് ടീകോമിന് കൊടുക്കേണ്ടി വരികയെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. എന്നാൽ നഷ്ടപരിഹാരം എന്ന നിലയിൽ ഇത് വൻതോതിൽ വർദ്ധിക്കും. ജനം, കൊച്ചി. കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരായ വിമർശനങ്ങളിൽ ആശങ്കയോടെ CPM നേതൃത്വം. മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലും വിമർശനങ്ങൾ ആവർത്തിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രാദേശിക സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിലും ആവർത്തിച്ചതിനെ ആശങ്കയോടെയാണ് CPM നേതൃത്വം നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയെയും കൈവശം വെച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെയും പാർട്ടി സെക്രട്ടറിയുടെ പെരുമാറ്റവുമെല്ലാം സമ്മേളന പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മന്ത്രിമാരുടെ പ്രകടനം, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ വീഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങളിലും വിമർശനമുയർന്നു. സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയായതിനാലാണ് കൊല്ലത്തെ ജില്ലാ സമ്മേളനം ആദ്യം നടത്തിയത്. അവിടെ തന്നെ കല്ലുകളി ആരംഭിച്ചു. കൊല്ലത്തിന് ചുവട് പിടിച്ച് മറ്റു ജില്ലകളിലും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞുള്ള കുറ്റപ്പെടുത്തലുകൾ തുടർന്നാൽ അത് സമ്മേളനങ്ങളെ വിവാദത്തിലാഴ്ത്തുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. എല്ലാവരെയും വിമർശിക്കാൻ സമ്മേളന പ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം സാഹചര്യം മുൻകൂട്ടിയാണെന്നാണ് സാരം. അതേസമയം പതിവ് തെറ്റിച്ച് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് വിമർശനങ്ങൾ ഭയന്നാണെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ വരുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പ്രതിനിധികൾ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം എങ്ങനെ ഒഴിവാക്കണമെന്നതടക്കമുള്ള ചർച്ചകളും CPM നേതൃത്വത്തിൽ സജീവമാണെന്നാണ് വിവരം. ജനം, തിരുവനന്തപുരം. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ CPM വിഭാഗീയതയിൽ പാർട്ടി വിഭാവനം ചെയ്ത ഭവന പദ്ധതി അവതാളത്തിലായ സംഭവത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണാൻ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം. 6 വർഷം മുമ്പ് തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച വാർത്ത ജനം TV നൽകിയതിനെ തുടർന്നാണ് നടപടി. അതേസമയം CPM അടിയന്തരമായി നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ജനകീയ സമിതി രൂപീകരിച്ച് വീട് നിർമ്മിച്ചു നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം.
മാതാപിതാക്കൾ മരണപ്പെട്ട 3 സഹോദരങ്ങൾക്ക് കൂരയൊരുക്കുന്ന പദ്ധതിയാണ് CPM വിഭാഗീയതയെ തുടർന്നുള്ള പകവീട്ടലിൽ ഉപേക്ഷിക്കപ്പെട്ടത്. ഇതോടെ അന്തിയുറങ്ങാൻ വീടില്ലാതെ ബന്ധുവീടുകൾ അഭയം തേടുന്ന സഹോദരങ്ങളുടെ ദുരനുഭവം ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇതേ തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് നാണക്കേടുണ്ടായ സംഭവത്തിന് അടിയന്തര പരിഹാരം കാണാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ വീട് നിർമ്മിച്ചു നൽകാനും നിർദ്ദേശം നൽകി. നമസ്കാരം സാർ, സുധീഷാണ് ജനം TVയിലെ. ഞാൻ വിളിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തായിരുന്നു. നമ്മളെ തോട്ടപ്പള്ളിയിൽ ഒരു വീട് നിർമ്മിക്കാനേ പണ്ട് നാസർ സാഹബ് ആ തറക്കല്ലിടിയിലൊക്കെ നടത്തി, അത് പിന്നെ മുന്നോട്ട് നീങ്ങിയില്ല. അപ്പൊ അതിന്റെ ഒരു സാഹചര്യം അവരിപ്പോഴും പല വീടുകളിൽ കഴിയുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് ചെയ്യണമെന്നുള്ള അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉടനെ അവർ തുടങ്ങും ഇല്ലേ? CPM പാർട്ടി സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനത്തോടെ അടുക്കുന്ന സമയത്ത് പാർട്ടിക്കുണ്ടായിട്ടുള്ള ഇത്തരം വീഴ്ചകൾ സമ്മേളനങ്ങളിലടക്കം വലിയ ചർച്ചയാകുമ്പോഴാണ് ജില്ലാ സെക്രട്ടറിയുടെ തിരുത്തൽ നിർദ്ദേശം. ഇതേസമയം CPM കായംകുളം ഏരിയ പരിധിയിൽപ്പെട്ട ചേരാവള്ളിയിലും സമാന സംഭവം ഉള്ളതായാണ് വിവരം ലഭിക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ആരോപണ വിധേയനായ പ്രബീർ പുരകായസ്ഥയെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി പങ്കെടുപ്പിച്ചതിൽ അന്വേഷണം. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ KK സജു ആണ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അവസാന നിമിഷം ഇയാളെ ചടങ്ങിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ VC ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിലാണ് 3 ദിവസം നീണ്ടുനിന്ന സാഹിത്യോത്സവം ക്യാമ്പസിൽ സംഘടിപ്പിച്ചത്. എന്നാൽ ഇതിൽ മുൻകൂട്ടി നിശ്ചയിക്കാതെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള പ്രബീർ പുരകായസ്ഥയെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. കണ്ണൂർ സർവകലാശാല VCയെ ഉദ്ഘാടകനായി നിശ്ചയിച്ച പരിപാടിയിൽ പ്രബീർ പുരകായസ്ഥയെ പങ്കെടുപ്പിക്കുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ആരോപണ വിധേയനായ ആളെ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചതിന്റെ ഭാഗമായി VCയായ പ്രൊഫസർ ഡോക്ടർ KK സജു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മാത്രമല്ല, പ്രബീർ പുരകായസ്ഥയെ പങ്കെടുപ്പിച്ചതിൽ നേരത്തെ യൂണിയനോട് VC വിശദീകരണവും ചോദിച്ചു. തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര അന്വേഷണം നടത്താൻ VC തീരുമാനിച്ചത്. ചൈനയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് സർക്കാരിന്റെ നയങ്ങൾക്കും വികസന പദ്ധതികൾക്കുമെതിരെ പെയ്ഡ് വാർത്തകൾ സൃഷ്ടിച്ചു. ചൈനീസ് ടെലികോം കമ്പനികൾക്കെതിരായ കേസുകളിൽ നിയമസഹായം നൽകാൻ പ്രത്യേക സംഘം പ്രവർത്തിച്ചു. ഇവർക്ക് ടെലികോം കമ്പനികളുടെ സഹായം ലഭിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസ് പ്രബീർ പുരകായസ്ഥയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജനം, കണ്ണൂർ. വിരമിച്ചതിനു ശേഷവും മുൻ DGP ജേക്കബ് തോമസിനെ വേട്ടയാടുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് തോമസ് ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകി. ജനം ബ്രേക്കിംഗ്. ഓഖി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ എണ്ണി പറഞ്ഞതോടെയാണ് DGP ആയിരുന്ന ജേക്കബ് തോമസിനെ സർക്കാർ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത്. പുസ്തകത്തിലൂടെ സർക്കാരിനെ വിമർശിച്ചുവെന്ന പേരിൽ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സസ്പെൻഷൻ. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിലെ അഴിമതിയുടെ പേരിലായിരുന്നു 3ാമത്തെ സസ്പെൻഷൻ. മുഖ്യമന്ത്രിയെ വിമർശിച്ചുവെന്ന ഒറ്റ കാരണത്തിന് മാസങ്ങളോളമാണ് സംസ്ഥാനത്തെ തന്നെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിന് പുറത്തു നിൽക്കേണ്ടി വന്നത്. തിരിച്ചെടുക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിച്ചെങ്കിലും ആദ്യം സർക്കാർ അനുസരിച്ചിരുന്നില്ല. പിന്നീട് തിരിച്ചടി ഭയന്ന് നിയമനം നൽകിയപ്പോഴും വേട്ടയാടൽ തുടർന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച IPS ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്ന ജേക്കബ് തോമസിനെ ഷൊർണൂരിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് ചെയർമാനായാണ് നിയമിച്ചത്. പൂർണ്ണമായും നഷ്ടത്തിലായിരുന്ന സ്ഥാപനത്തിൽ നിയമിച്ചതോടെ ശമ്പളവും മുടങ്ങി. ഇതോടെ ഓഫീസ് മുറിയിൽ തന്നെ കിടന്നുറങ്ങേണ്ട അവസ്ഥയും അദ്ദേഹത്തിനുണ്ടായി. ഈ രീതിയിൽ തുടർച്ചയായി വേട്ടയാടിയ ശേഷമാണ് വിരമിക്കൽ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരിക്കുന്നത്. വിരമിച്ച് 5 വർഷമാകാറായിട്ടും ഇതുവരെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തടഞ്ഞതായാണ് സൂചന. ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ജേക്കബ് തോമസ്. ജേക്കബ് തോമസ് നേരിടുന്ന ദുരനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മിക്ക IAS IPS ഉദ്യോഗസ്ഥരും കേരളം വിടുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. 4 വർഷത്തിനിടെ ലൈംഗികാതിക്രമത്തിന് ഇരയായത് 27,250 സ്ത്രീകൾ. ബലാത്സംഗത്തിന് ഇരയായത് 9,806 സ്ത്രീകൾ. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഉണ്ടായ ലൈംഗികാതിക്രമ കേസുകളാണ് ജനം TV പുറത്തുവിടുന്നത്. 2021 മുതൽ 2024 വരെ സംസ്ഥാനത്ത് ലൈംഗികാതിക്രമങ്ങളിൽ ഇരയായത് 27,250 സ്ത്രീകളാണ്. അതിൽ ബലാത്സംഗത്തിനിരയായവരുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 4 വർഷത്തിനിടയിൽ മാത്രം 9,806 സ്ത്രീകളാണ് ബലാത്സംഗത്തിന് ഇരയായത്. ഓരോ വർഷവും അത് വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 2339 സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. 2022 2518
2023 2562 പേരും ബലാത്സംഗത്തിനിരയായി. ഈ വർഷം ഒക്ടോബർ വരെ സംസ്ഥാനത്ത് ബലാത്സംഗത്തിനിരയായത് 2387 സ്ത്രീകളാണ്. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ എണ്ണവും കുറവല്ല. പ്രതിവർഷ കേസുകളുടെ കണക്കുകൾ 4000-നും മുകളിലാണ്. 2021 4059 സ്ത്രീകൾ ലൈംഗിക അതിക്രമണത്തിന് ഇരയായപ്പോൾ 2022 അത് 4940 വർദ്ധിച്ചു. 2023 4816 കേസുകളുടെ എണ്ണം. ഈ വർഷം ഒക്ടോബർ വരെ 3629 സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിനിരയായി. ഈ കാലയളവിൽ വിവിധ കേസുകളിൽ അതിക്രമത്തിനിരയായത് 69,791 സ്ത്രീകൾ എന്നതും ഞെട്ടിപ്പിക്കുന്നു. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാൻ വൈകുന്നതും ഉന്നത രാഷ്ട്രീയ സ്വാധീനവുമെല്ലാം ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ആഭ്യന്തര വകുപ്പിന്റെയും പോലീസ് സംവിധാനത്തിന്റെയും വീഴ്ചയാണ് അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ കേവലം രാത്രികാല നടത്തങ്ങളിൽ ഒതുങ്ങുന്നുവെന്ന് മുൻ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ജെ പ്രമീളാദേവി പറഞ്ഞു. സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ തുടർച്ചയായി വരുന്ന ഇടതുപക്ഷ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായ നിശബ്ദത, ലജ്ജാകരമായ അപമാനകരമായ നിശ്ചലതയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നതിന് കാരണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT രമ വിമർശിച്ചു. ലഹരിയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനത്തിന്റെ പിറകിലുള്ള ഒരു കാര്യം. ആ ലഹരി വ്യാപാരം ഇവിടെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഗവൺമെന്റ് എടുക്കുന്നില്ല. അങ്ങനെ പറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ലഹരി കൂടുതൽ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കേസുകളിൽ പോലീസ് സ്വീകരിക്കുന്ന മൃദു സമീപനവും ഇരകൾക്ക് നീതി നടപ്പാക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസവും അതിക്രമങ്ങൾ വർദ്ധിക്കാൻ ഇടയാകുന്നു എന്നാണ് വിമർശനം. സ്ത്രീ സുരക്ഷയുടെ പേരിൽ ഭരണത്തിലേറിയ പിണറായി സർക്കാർ അധികാരം കൈയാളുമ്പോഴാണ് സ്ത്രീകൾക്ക് രക്ഷയില്ലാതാകുന്നത് എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. തീവ്രവാദ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ ആരോപണത്തിനെതിരെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി രംഗത്ത്. ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്നും ഡിവൈഎസ്പി. അതുണ്ടായില്ലെങ്കിൽ 12-ന് തന്റെ ചില വിശ്വാസങ്ങൾ, ചിന്തകൾ, അനുഭാവങ്ങൾ, സഹകരണങ്ങൾ, ബന്ധങ്ങൾ എന്നിവയെല്ലാം എന്നേക്കുമായി പെരുവഴിയിൽ ഉപേക്ഷിച്ചിരിക്കുമെന്നും ഡിവൈഎസ്പി. ശരണമെൻ്റയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രം. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ ശബരിമലയിൽ എത്തിയത് 83,520 പേർ. ശബരിമലയിൽ സന്നിധാനത്ത് നിന്നും M മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ഓരോ മണിക്കൂറുകളിലും നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃക്കാർത്തിക നാൾ 83,520 ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തിയത്. ഇപ്പോഴും ഓരോ അയ്യപ്പന്മാരും അങ്ങനെ ശരണം മന്ത്ര വിളികളോടുകൂടി ഇരുമുടിക്കെട്ടുമേന്തി ഈ അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ്. ഏതായാലും രാവിലെ മുതൽ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മഴ തുടരുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ മണ്ഡലകാലത്ത് ഉണ്ടായിരുന്നതിൽ കനത്ത മഴയായിരുന്നു പെയ്തിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ കാനനപാതയിലൂടെ ഭക്തരെ കയറ്റിവിടുന്ന കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം അധികൃതരും അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഭക്തരൊക്കെ അങ്ങനെ അയ്യനെ കാണുവാൻ വേണ്ടി ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. മഴയൊന്നും തന്നെ ഒരു പ്രശ്നമല്ല, ഉള്ളിൽ അയ്യപ്പനാണ് എന്നുള്ള ആ ഒരു വികാരത്തോടു കൂടി തന്നെ ആ മനസ്സും ശരീരവും ഒന്നുപോലെ തന്നെ ആ മലയിലേക്ക്
കയറി വരുമ്പോൾ ആ ശരണമന്ത്ര ധ്വനികളോടെ കുഞ്ഞുമാളികപ്പുറങ്ങളും അതോടൊപ്പം കുഞ്ഞയ്യപ്പന്മാരും എല്ലാ വിധത്തിലും എല്ലാം അയ്യപ്പന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് തത്വമസി എന്നുള്ള ആ ഒരു പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടേക്ക് എത്തുകയാണ്. ആ തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നാം ഓരോരുത്തരും കാണുന്നത്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളാണ്. ഓരോ നിമിഷവും ഈ ഒരു മണ്ഡലകാലം അത് തന്നെയാണ്. എല്ലാ തരത്തിലും ഭക്തിയുടെ നിറവിൽ അങ്ങനെ സന്നിധാനം ആ ഒരു ശോഭയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഓരോ അയ്യപ്പന്മാരും ഇവിടെ വന്ന് അയ്യനെ ദർശിച്ച് ശരണമന്ത്രങ്ങളോടുകൂടി ഇവിടെ നിന്നും മലയിറങ്ങുമ്പോൾ അടുത്ത മണ്ഡലകാലത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് അവരുടെ മനസ്സിലുണ്ടാവുക. ക്രിസ്മസിന്റെ വരവറിയിച്ച അക്ഷരനഗരിയിൽ സാന്താക്ലോസുകൾ നിറഞ്ഞു. കോട്ടയത്ത് നടന്ന ബോൺ നഥാലെ സീസൺ 4 ക്രിസ്മസ് സന്ദേശ റാലി വർണ്ണാഭമായി. ക്രിസ്മസിന് ഇനിയും 10 നാൾ കൂടിയുണ്ട്. പക്ഷേ കോട്ടയംകാർ ആഘോഷം നേരത്തെ തുടങ്ങി. അക്ഷരനഗരി ക്രിസ്മസ് പാപ്പാമാരെ കൊണ്ട് നിറഞ്ഞു. കരോൾ ഗാനങ്ങൾക്കൊപ്പം ആടിപ്പാടി തിമിർത്തു. സിറ്റിസൺ ഫോറത്തിൻ്റെയും കോട്ടയം നഗരസഭയുടെയും വിവിധ നഴ്സിംഗ് കോളേജുകൾ, രൂപതകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കോട്ടയം നഗരത്തിൽ ബോൺ നത്താലെ സീസൺ 4 ക്രിസ്മസ് സന്ദേശ റാലി സംഘടിപ്പിച്ചത്. 1000-ലേറെ പാപ്പാഞ്ഞിമാർ അണിനിരന്നു. അറിയാം, ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സദ്വാർത്തയാണ് അല്ലെ. സ്നേഹത്തിന്റെ, സഹോദരത്തിന്റെ സദ്വാർത്തയുമായിട്ടാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സദ്വാർത്തയാണ് അല്ലെ. ആ ചുമല കണ്ടു കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ആ രീതികളില് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ടുണ്ട് ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്രിസ്മസ് ദൃശ്യാവിഷ്കാര ഫ്ലോട്ടുകൾ, വിവിധ പരമ്പരാഗത നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവ റാലിയിൽ അണിനിരന്നു. ജനം, കോട്ടയം. മിഴി തുറന്ന് ചലച്ചിത്രമേള. ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേക്ഷക സ്വീകാര്യത നേടിയ ഉദ്ഘാടന ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ. വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ബ്രസീലിയൻ സിനിമ 3 കാലഘട്ടങ്ങളിലൂടെയുള്ള അതിജീവന കഥയാണ് പറയുന്നത്. 1971 ബ്രസീലിലെ സൈനിക സ്വേച്ഛാധിപത്യം വ്യക്തികളെയും കുടുംബങ്ങളെയും രാഷ്ട്രത്തെ തന്നെയും എങ്ങനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുവെന്നാണ് ചിത്രം പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനായ ഭർത്താവ് റൂബൽസിനെ സൈന്യം പിടിച്ചുകൊണ്ടുപോയതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങുന്ന 5 മക്കളുടെ അമ്മയായ ഭാര്യ യൂനിസ് പൈവിയുടെ കാഴ്ചപ്പാടിലൂടെ രാജ്യത്തിന്റെ അന്നത്തെ അവസ്ഥ തന്നെയാണ് പകർത്തിവെച്ചിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയം പറയുന്ന സിനിമ അപാരമായ ക്രാഫ്റ്റിലൂടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു. 100% പൊളിറ്റിക്കൽ മൂവിയാണ്. സമകാലീന ബ്രസീലിലെ രാഷ്ട്രീയത്തെ കുറച്ചും കൂടെ വിശദമായിട്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. കാരണം അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് നിലനിന്നപ്പോൾ ഉണ്ടായിരുന്ന പിടിച്ചുകൊണ്ട് പോയ തടവുകാരെ അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണ്. പിന്നെ അത് അവരുടെ ഡെത്ത് റിവീൽ ആവാതെ വെച്ചേക്കും. പിന്നെ ലാസ്റ്റ് ഡെത്ത് പുറം ലോകം അറിയുകയും പിന്നെ അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് മാറി ജനാധിപത്യം ഇപ്പം റീസെന്റ് വന്നതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. മികച്ച ദൃശ്യാനുഭവം തന്നെയാണ് സിനിമ നൽകുന്നത്. മേക്കിംഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലെ ഫോട്ടോഗ്രാഫ്സ് കാണിക്കുമ്പോഴത്തേക്കിനാണെങ്കിൽ നമുക്ക് മൂവി കണ്ടിറങ്ങുമ്പോഴത്തേക്കിന് ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹെവിനെസ്, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത പെയിനൊക്കെ നമുക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്കേറെ പരിചിതമായ രാഷ്ട്രീയ സാഹചര്യത്തോട് പലപ്പോഴും പൊരുത്തം തോന്നുന്നതാണ് പ്രമേയം. നേരത്തെ തന്നെ മലയാളത്തിൽ ഷാജി എൻ കരുൺ ചെയ്ത പിറവിക്ക് സമാനമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സെൻട്രൽ തീം അതാണ്. അടിയന്തര അവസ്ഥക്കാലത്ത് പോലീസ് വിളിച്ചുകൊണ്ടുപോവുകയും പിന്നീട് എവിടെ പോയി ഇപ്പോഴും മനസ്സിലാവാത്ത രാജൻ്റെ തിരോധാനത്തിന് അടിസ്ഥാനമായിട്ട് ഈശ്വരവാര്യരുടെ അന്വേഷണത്തെ അടിസ്ഥാനപ്പെടുത്തി പിറവി എന്നൊരു സിനിമ മലയാളത്തിലുണ്ടായിരുന്നു.
സെൻട്രൽ തീം വേണമെങ്കിൽ അതാണെന്ന് പറയാം. ബ്രസീൽ ഫ്രാൻസ് സംയുക്ത സംരംഭമായ ചിത്രം വെനീസ് ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ന്യൂയോർക്ക് ആസ്ഥാനമായ നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂ 2024 മികച്ച 50 ചിത്രങ്ങളിലൊന്നായി ഐ ആം സ്റ്റിൽ ഹിയറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കവർന്നെടുത്ത മഴ. ആകെ 13.2 ഓവർ മാത്രമേ എറിയാനായുള്ളൂ. രണ്ടാമത്തെ പരിശോധനയ്ക്ക് ശേഷവും മഴ പെയ്തതോടെ ആദ്യ ദിവസത്തെ കളി ഉപേക്ഷിക്കുകയായിരുന്നു. വിക്കറ്റ് നഷ്ടപ്പെടാതെ 28 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. നാളെ മുതൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 98 ഓവർ വീതം എറിയിക്കും. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.